നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ DKTF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർ കളക്ടറേറ്റ് ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന സമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കുക, പെൻഷൻ ഉപാധികളില്ലാതെ അനുവദിക്കുക, ആനുകൂല്യ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, കർഷക തൊഴിലാളികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗ ആക്രമണം തടയുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കാരണം നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിക്ക് കെട്ടിടങ്ങൾ പണിയുമ്പോൾ, ഫ്ലാറ്റുകൾ പണിയുമ്പോൾ വളരെ കൃത്യമായി അതിൻ്റെ വിഹിതം ഉദ്യോഗസ്ഥന്മാർ പിരിച്ചെടുക്കും എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ആ ക്ഷേമനിധിയിൽ പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടില്ല. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് ക്ഷേമനിധികളെക്കാൾ ഏറെ വരുമാനമുള്ളതും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിരുന്നതും നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ നാളുകളായി പിണറായി വിജയൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലത്ത് സമയത്ത് ആനുകൂല്യങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വള്ളിൽ നാരായണൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് UV ദിനേശ് മണി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP ശ്രീധരൻ, റഷീദ് കവ്വായി, ശ്രീജ മഠത്തിൽ, വിജിൽ മോഹൻ, C രവി, A വാസുദേവൻ നായർ എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി C വിജയൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.